ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്ന കണ്ടീഷനുകളെ പറ്റിയാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് ഇങ്ങനെ കുറയുന്ന അവസ്ഥയെ ത്രോംബോസൈറ്റോപീനിയ എന്നാണ് അറിയപ്പെടുന്നത്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 4000-ലും കുറഞ്ഞു നിൽക്കുന്ന കണ്ടീഷനുകളാണിത്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ കീമോതെറാപ്പി കഴിഞ്ഞ ആൾക്കാരിലാണ്. കീമോതെറാപ്പി കഴിഞ്ഞ ആൾക്കാരിൽ, അതേപോലെ തന്നെ കീമോതെറാപ്പി ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നു. രണ്ടാമത്തെ ഹെവി ആൽക്കഹോൾ കൺസപ്ഷൻ, അതായത് കൂടുതലായിട്ട് ആൽക്കഹോൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നു. മൂന്നാമത്തെ വൈറൽ ഇൻഫെക്ഷനുകളാണ്, അതായത് ഹെപ്പറ്റൈറ്റിസ്, മംസ്, HIV പോലെയുള്ള രോഗങ്ങളുള്ള ആൾക്കാരിൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നു. നാലാമത്തേത് അപ്ലാസ്റ്റിക് അനീമിയ പോലെയുള്ള അനീമിക് കണ്ടീഷനുകളിൽ. അഞ്ചാമത്തേത് ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമ പോലെയുള്ള ബ്ലഡ് ക്യാൻസറിൻ്റെ കേസിൽ. ആറാമത്തേത് ടോക്സിക് കെമിക്കൽ എക്സ്പ്ലോസർ, അതായത് എന്തെങ്കിലും കെമിക്കൽസ് ടോക്സിക് ആയിട്ടുള്ള വിഷവാതകം ശ്വസിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കെമിക്കൽസ് ശരീരത്തിനകത്തൊക്കെ ചെല്ലുന്ന സമയത്ത് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നു. ഏഴാമത്തേത് ജനറ്റിക് കണ്ടീഷനുകൾ, ജനറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് മൂലം പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നു. എട്ടാമത്തേത് ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ്റെ കേസിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്നു. ഒമ്പതാമത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളായ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ് പോലെയുള്ള കണ്ടീഷനുകൾ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുന്നു. പത്താമത്തെ സർജറി, എന്തെങ്കിലുമൊക്കെ സർജറി കഴിഞ്ഞ ആൾക്കാരിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നു. 11ാമത്തെ പ്രഗ്നൻസി ടൈമിൽ നോർമലായിട്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവിൽ കുറവ് സംഭവിക്കാറുണ്ട്. അതുകൂടാതെ വൈറൽ ഇൻഫെക്ഷനുകളായ സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ, ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന ഫീവർ, ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് തുടങ്ങിയ ഘട്ടങ്ങളിലൊക്കെ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയാനുള്ള സാഹചര്യം ഉണ്ട്.